ദാമ്പത്യം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 12. കാവുമ്പാട്ട് നിന്നും കൊണ്ടുവന്ന ഭക്ഷണം രാധയെ പിടിച്ചിരുത്തി കഴിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു ദേവിക. പക്ഷേ കിടത്തിക്കൊണ്ട് കഞ്ഞി എങ്ങനെ കോരിക്കൊടുക്കുമെന്നോർത്ത് അവൾ വിഷമിച്ചു പോയി. ഇയാളോട് ചോദിച്ചാലോ? ബൈസ്റ്റാൻഡർ ബെഡിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആദിയോട് ചോദിക്കുവാൻ തോന്നിയെങ്കിലും എന്തോ ഒന്നവളെ പൊടുന്നനെ പിന്നിലേക്ക് വലിച്ചു. ആളെ കാണുമ്പോൾ പഴയതുപോലെ പേടിയും വെപ്രാളവും ഒന്നും തോന്നുന്നില്ല. എങ്കിലും സംസാരിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യക്കുറവ് തോന്നുന്നുണ്ട്. ഒരു ബൗളിൽ എടുത്തു വെച്ച കഞ്ഞിയിലേക്ക് നോക്കിക്കൊണ്ട് ദേവിക ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് നിന്നു. ഇനിയിപ്പോൾ അമ്മയെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്താതെ ആഹാരം കഴിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും അയാളോട് ചോദിക്കാതെ തരമില്ല. അവൾ അതും ചിന്തിച്ചുകൊണ്ട് മഹർഷിയുടെ നേർക്ക് തിരിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ അവൻ എഴുന്നേറ്റ് ദേവികയുടെ അരികിലേക്ക് നടന്നു വന്നിരുന്നു. അപ്പോഴും ഫോണിൽ കൂടിയുള്ള സംസാരം അവൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈശ്വര, ഇയാൾ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ഒരു നിമിഷം പരവേശപ്പെട്ട് നിന്നെങ്കിലും ആദി അവളെയും കടന്ന് ബെഡിൻ്റെ റെസ്റ്റിന് അടുത്തേക്ക് പോയപ്പോഴാണ് അവൾക്ക് ആശ്വാസം നേരെ വീണത്. ഫുഡ് റെസ്റ്റിനരികിൽ പിടിപ്പിച്ചിരിക്കുന്ന റിമോട്ട് കയ്യിലേക്ക് എടുത്തുകൊണ്ടവൻ ബെഡിൻ്റെ തലഭാഗം പതിയെ മുകളിലേക്ക് ഉയർത്തി വെച്ചു. അതും രാധയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ശേഷം മുൻപിരുന്നിടത്തേക്ക് തന്നെ അവൻ പോയിരുന്നു. ഭഗവാനെ, ഇതെന്താ ഇപ്പം ഇങ്ങനെ? ഞാൻ ചോദിക്കാതെ തന്നെ ചെയ്തു തന്നല്ലോ. അവൾക്ക് പെട്ടെന്ന് സംശയം വന്നു. ചിലപ്പോൾ കഞ്ഞി എടുത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ആളിനും മനസ്സിലായി കാണും. അവൾ കഞ്ഞിയെടുത്ത് രാധയ്ക്കരികിലേക്ക് ചെന്ന് നിന്ന് അവർക്ക് കോരിക്കൊടുക്കുവാനായി തുടങ്ങി. ബെഡിനരികിലിട്ടിരിക്കുന്ന സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് അവളുടെ ഫോൺ കാണുന്ന തത്തയെ ഇടയ്ക്ക് ശകാരിക്കാനും ദേവിക മറന്നില്ല. ഇനി മതി മോളെ, വാ അനക്കുമ്പോൾ തലയൊക്കെ വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നുക. നെറ്റിയിലെ കെട്ടിൽ പതിയെ വിരലുകൊണ്ട് തൊട്ടു നോക്കി മുഖം ചുളിച്ചു കാവുമ്പാട്ടമ്മ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ രാധമ്മേ? ഇഞ്ചക്ഷനും ഗുളികയൊക്കെ ഉള്ളതല്ലേ, ഇത്തിരി കൂടി കഴിക്ക്. അവളവരെ നിർബന്ധിച്ചു. കഴിക്കും മുത്തശ്ശി, എന്നാലല്ലേ എനിക്ക് മുത്തശ്ശിയോടൊപ്പം വേഗം കളിക്കാൻ പറ്റുള്ളൂ. ബൈസ്റ്റാൻഡർ ബെഡിലിരുന്നു ഫോണിൽ കുത്തിക്കളിച്ചു കൊണ്ടിരുന്ന ആദിയെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണ് രഹസ്യം പറയുന്നത് പോലെ അവരുടെ ചെവിയിൽ പറഞ്ഞു. രാധയ്ക്ക് അവളുടെ കൊഞ്ചൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചിരി പൊട്ടിയിരുന്നു. അവരാ കുഞ്ഞിനെ വാത്സല്യത്തോടെ കണ്ണുകൾ കൊണ്ട് പുണർന്നു. പക്ഷേ തത്തമ്മയുടെ സംസാരമൊക്കെ അവൾ അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആദി പെണ്ണിൻ്റെ കുഞ്ഞു മുഖത്ത് വിരിയുന്ന കുറുമ്പും കുസൃതിയുമൊക്കെ ആവോളം ആസ്വദിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നപ്പോൾ ഇനി മതി ദേവി, ഒട്ടും വയ്യ. രാധ വീണ്ടും വാ തുറന്ന് 2-3 സ്പൂൺ കഞ്ഞി കൂടെ കുടിച്ചു. ശേഷം കൈ ഉയർത്തി വേണ്ട എന്ന അർത്ഥത്തിൽ അവളെ തടഞ്ഞു. അതും ദയനീയമായി. ദേവിക വാരിക്കൊടുക്കുന്നത് നിർത്തി. എന്നിട്ട് കൂർപ്പിച്ചൊരു നോട്ടം അവരെ നോക്കി. മുത്തശ്ശി ഇങ്ങനെ തിന്നാതിരുന്നാലേ മുത്തശ്ശിയുടെ ഉവ്വാവ് എങ്ങനെ മാറാനാ? തത്തപ്പെണ്ണ് അവരെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു. നീ ഇങ്ങ് വന്നില്ലേടി കുറുമ്പി, ഇനി എൻ്റെ വയ്യാഴികൊക്കെ മാറിക്കോളും. അടുത്തിരുന്നവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവർ പുഞ്ചിരിച്ചു. അതിഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ തത്തക്കുഞ്ഞ് കൊച്ചരി പല്ലുകൾ മുഴുവൻ കാട്ടിക്കൊണ്ട് അവരെ നോക്കി ചിരിച്ചു. ഞാനിതേക്ക് ഒന്ന് കഴുകിയിട്ട് വരാവേ. അവരിരുവരുടെയും കൊഞ്ചലും സംസാരവും കേട്ടിരുന്നവൾ അപ്പോഴേക്കും രാധ കഴിച്ച പാത്രങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. മുത്തശ്ശി, അതെ, ഗുളികയൊക്കെ മറക്കാതെ കഴിച്ചോണേ, ഞാൻ എടുത്ത് തരാവേ. ഞാനേ ഡോക്ടർ. കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും അവളുടെ ജോലി ഏറ്റെടുത്തിരുന്നു. ആയിക്കോട്ടെ ഡോക്ടറെ, മാഡം തന്നെ സമയാസമയത്തിന് എടുത്തു തന്നാൽ മതി എനിക്ക്. പെണ്ണിൻ്റെ കൊഞ്ചലോടെയുള്ള സംസാരം കേൾക്കുമ്പോഴെല്ലാം അവർ ശരീരവേദന മറന്നിരുന്നു. വീണ്ടും അവന് തമ്മിലുള്ള സംസാരം നീണ്ടുപോയി. കുഞ്ഞു പറയുന്നതിനനുസരിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ രാധയും സംസാരിക്കുവാനായി തുടങ്ങിയിരുന്നു. മുത്തശ്ശിയും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. ആദി പിറുപിറുത്തു. അവരുടെ കളിയും ചിരിയും നോക്കിയിരുന്നവന് ആ ദൃശ്യം മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് പടർത്തിയിരുന്നു. ഗൗരവത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും മുഖം മൂടി അണിഞ്ഞു നടക്കുന്നവനിൽ ആ 4 വയസ്സുകാരിയുടെ മുൻപിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അത് പിന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നവൾ കാണുന്നത് രാധയുടെയും തത്തയുടെയും കളിയും കൊഞ്ചലും പുഞ്ചിരിയോടെ സാഗൂതം നോക്കിയിരിക്കുന്ന ആദിയെ ആയിരുന്നു. എനിക്കിപ്പോൾ വേണ്ട, ദേവിക കഴിച്ചോളൂ. പെട്ടെന്ന്
ഫോണിലേക്ക് നോട്ടം തിരിച്ചുകൊണ്ടവൻ അവൾക്കുള്ള മറുപടി നൽകി. ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. മെല്ലെ അവനുള്ള മറുപടി നൽകിയിട്ടും പിന്നീട് അവൻ ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. വൈകിട്ടത്തേക്ക് ജാനകിയമ്മ വരും ദേവി. നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ. ഇവിടുത്തെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. കഴുകിയ ബൗളും സ്പൂണുമൊക്കെ ടേബിളിന് മുകളിലേക്കാക്കി കമഴ്ത്തി വെക്കുന്നവളോട് രാധ നിർദ്ദേശിച്ചു. വേണ്ട രാധമ്മേ, ഞങ്ങളിവിടെ കിടന്നോളാം. വെറുതെ ജാനകിയമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട. ദേവികയുടെ മുഖം പരിഭവത്താൽ കൂർത്തു. അവൾ തിരിഞ്ഞു രാധയുടെ അരികിലേക്കായി നടന്നു വന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ദേവി? മോളെയും കൊണ്ട് നിങ്ങളിവിടെ എവിടെ കിടക്കാനാ? അവർ കാര്യങ്ങൾ വ്യക്തമാക്കി. അതൊന്നും സാരമില്ല, ഞാനും മോളും നിൽക്കും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുമെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതേ നീലിമ ഇവിടെ ഇല്ല. എനിക്കിവിടെ നിൽക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ല രാധമ്മേ. അവൾ കട്ടായം പറഞ്ഞുകൊണ്ട് അവരുടെ കൈ കവർന്നു. ഒരു റൂമിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ വൈകിട്ടത്തേക്കാവുമ്പോഴേക്കും ശരിയാവും. കിടക്കേണ്ടവർക്കൊക്കെ അവിടെ പോയി കിടക്കാം. ആദ്യ കണ്ണുകൾ ഉയർത്തി അത്രയും പറഞ്ഞിട്ട് വീണ്ടും ഫോണിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. ആഹാ, ഇതെന്താ ഹോസ്പിറ്റലോ അതോ വീടോ? അപ്പോഴാണ് അതും ചോദിച്ചുകൊണ്ട് ജിത്ത് അങ്ങോട്ടേക്ക് കയറി വന്നത്. ജിത്തങ്കിൾ. അവനെ കണ്ടതും കുഞ്ഞിപ്പെണ്ണ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും ആദിയുടെ മുഖം ഒരു കൊട്ട പോലെ വീർക്കുന്നത് രാധ മാത്രം ഒട്ടൊരു അമ്പരപ്പോടെ കണ്ടു. അവർക്കത് വിശ്വസിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. തത്ത അടുത്തുള്ളപ്പോഴൊക്കെ തൻ്റെ മകൻ്റെ ചില സ്വഭാവങ്ങളിലെ മാറ്റം 1-2 വട്ടം താൻ ശ്രദ്ധിച്ചതാണ്. ഇത്തിരി മുൻപും കുഞ്ഞിനോട് കൊഞ്ചിക്കുഴയുന്നത് താൻ കണ്ടതുമാണ്. പക്ഷേ എന്തിനെന്നുള്ള ഉത്തരം മാത്രം തനിക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ് കുറച്ചു വർഷങ്ങളായി ആരെയും തന്നിലേക്ക് അടുപ്പിക്കാത്തവൻ ഇന്നൊരു കുരുന്നിനോട് അടുക്കുന്നു എന്നൊക്കെ വെച്ചാൽ അതിപ്പോൾ എന്ത് കാരണം കൊണ്ടായിരിക്കും? ഈ ഉണ്ണിമോള് അവനെ അത്രമേൽ സ്വാധീനിച്ചുവോ? രാധയ്ക്ക് എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ ഉത്തരം കിട്ടിയിരുന്നില്ല. എങ്കിലും മകൻ്റെ മാറ്റത്തിൽ അവർ വല്ലാതെ സന്തോഷിച്ചു. കുഞ്ഞിപ്പാർവയെ, നീ ഇവിടെ ഉണ്ടായിരുന്നോടി? തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിന്നവളെ 2 കൈകൾ കൊണ്ടും പൊക്കിയെടുത്ത് ജിത്ത് അവളെ തൻ്റെ ഒക്കത്തേക്ക് കയറ്റി വെച്ചു. എൻ്റെ ഉദ്ദേശിക്ക് ഉവ്വാവ് വന്നപ്പോൾ പിന്നെ ഞാൻ വരണ്ടേ ജിത്തങ്കളെ? പെണ്ണവൻ്റെ കഴുത്തിന് ചുറ്റും കുഞ്ഞി കൈകൾ കൊണ്ട് വട്ടം ചുറ്റി മുറുക്കി പിടിച്ചു. അച്ചോടി കാന്താരി, നീ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാ? അവളുടെ ഉണ്ണിക്കുമ്പയിൽ തലയൊന്നിട്ടുരുട്ടിയിട്ട് ജിത്ത് പൊട്ടിച്ചിരിച്ചു. എങ്ങനെയുണ്ടമ്മേ? തത്തയോടുള്ള കുശലാന്വേഷണം കഴിഞ്ഞതിന് ശേഷം അവളെയും എടുത്തുകൊണ്ട് ജിത്ത് രാധയുടെ അരികിലേക്ക് ചെന്ന് നിന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനി കാല് കുത്തി നടക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അവർ ക്രാസിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന തലയിണയിലേക്ക് ഒന്നും കൂടി ഇളകി ചാരിയിരുന്നു. 1 മാസം നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ലല്ലോ. അവൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തന്നെ സെറ്റിയിൽ ആദിയുടെ അരികിലേക്കായി പോയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് അടുത്തിരിക്കുന്ന മഹർഷിയെ പാത്ത് നോക്കിയിട്ട് ജിത്തിൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചു. അതും സത്യവ. രാധ അതും പറഞ്ഞുകൊണ്ടൊന്ന് നെടുവീർപ്പിട്ടു. അല്ല, അഭിയേട്ടൻ ഇക്കാര്യം അറിഞ്ഞോ? പൊടുന്നനെ ജിത്ത് ചോദിച്ചു. അറിഞ്ഞു. രാവിലെ തന്നെ അവൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. നീലിമ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ദേവിക മോള് അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് കട്ടായം പറഞ്ഞോണ്ടാ പെണ്ണിങ്ങോട്ടേക്ക് വണ്ടി കയറാഞ്ഞത്. പാവം, ഇപ്പം അങ്ങോട്ടേക്ക് പോയേ ഉള്ളൂ. അപ്പോൾ തന്നെ തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അവർ അടുത്തു നിന്ന ദേവികയുടെ കൈ നന്ദിയോടെ കവർന്നു. മഹർഷിയുടെ കണ്ണുകളപ്പോൾ അമ്മ പിടിച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്കും പിന്നീട് ആ പെണ്ണിൻ്റെ മുഖത്തേക്കും അറിയാതെ പാറി വീണു. ആരുമില്ലാത്ത തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നവൾ, നല്ലൊരു മനസ്സുള്ളവൾ. ആദ്യം മനസ്സിൽ ചിന്തിച്ചു. എടാ, മുറി ശരിയായിട്ടുണ്ടെങ്കിൽ രാത്രി നീ വേണേ അവിടെ പോയി കിടന്നോ. ദേവിക ഇവിടെ നിൽക്കട്ടെ. ഞാൻ സുമിയെ ഇവിടെ കൊണ്ട് നിർത്താണ്ടിരുന്നതാ. പക്ഷെ എൻ്റെ ചെക്കൻ വന്നാൽ അവനിവിടെ മലമ്പാക്കി വെക്കും. വെറുതെ എന്തിനാ ആശുപത്രിക്കാർ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതുമല്ല, വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അതും കൂടെ ആയപ്പോൾ സുമി ഇപ്പോൾ മൊത്തത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ജിത്ത് അവൻ്റെ നിസ്സഹായ അവസ്ഥ വ്യക്തമാക്കി. അതൊന്നും സാരമില്ല മോനെ, നീ അവളെ ശ്രദ്ധിക്കണം കേട്ടോ. നിൻ്റെ അമ്മ തരം കിട്ടിയ ആ പാവത്തിനെ ഉപദ്രവിക്കാനേ നോക്കുള്ളൂ. നിർമ്മലയുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ രാധ മെല്ലെ പറഞ്ഞു. അറിയാം മോൻ, അമ്മേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
അവൻ പുഞ്ചിരിയോടെ മറുപടി നൽകി. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ കിടക്കാൻ പറ്റുമോ? ബൈസ്റ്റാൻഡർ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന തത്തമ്മയെ നോക്കിക്കൊണ്ട് രാധ നെറ്റി ചൊളിച്ചു. സാരല്യ രാധമ്മേ, ഞാനിവിടെ ഒതുങ്ങിക്കിടന്നോളാം. ദേവിക കുഞ്ഞിൻ്റെ കാൽക്കലായിട്ടുള്ള ഇത്തിരി ഇടത്തേക്ക് ഒതുങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട, മോളൊരു കാര്യം ചെയ്യേ, കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി കിടക്ക്. അവനിവിടെ എനിക്ക് കൂട്ടുകിടന്നോളും. ഏയ്, അതൊന്നും വേണ്ട രാധമ്മേ. രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ ആദി സാറിനോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ തന്നെ ഇവിടെ കിടന്നോളാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദേവിക പുഞ്ചിരിയോടെ മറുപടി നൽകിക്കൊണ്ട് മുറിയുടെ വാതിൽ ചാരുവാൻ വേണ്ടി പോയപ്പോഴാണ് ആദി പൊടുന്നനെ അകത്തേക്ക് കയറി വന്നത്. എന്താ ആദി? രാധ തിരക്കി. അത് കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തട്ടെ? ഈ ചെറിയ കട്ടിലിൽ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. മറുപടി രാധയോടായിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകൾ അനുവാദത്തിനായി ദേവികയുടെ മുഖത്തേക്ക് പാളി വീണു. അവൾ ഉടരുമ്പോൾ പേടിച്ചാലോ? കുഞ്ഞിൻ്റെ ഭയം അറിയാവുന്നത് കൊണ്ട് തന്നെ ദേവിക ഇത്തിരി പരിഭ്രമിച്ചു. അവൻ കൊണ്ടുപോയി കിടത്തട്ടെ മോളെ, എന്തായാലും തൊട്ടപ്പുറത്തെ മുറിയല്ലേ, ഇടയ്ക്ക് കരഞ്ഞാൽ തന്നെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളും. രാധ കൂടി പറഞ്ഞതും അവൾ പിന്നീടൊന്നും മറുത്ത അഭിപ്രായം പറഞ്ഞില്ല. ആദിയെ നോക്കി സമ്മതത്തോടു കൂടി ഒന്ന് തലയാട്ടി. മഹർഷിക്ക് അത് കേട്ടതും ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ബൈസ്റ്റാൻഡർ ബെഡിൽ സുഖമായി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അവൻ വാത്സല്യത്തോടെ നോക്കി. എൻ്റെ തത്തമ്മേ. ശ്രദ്ധയോടെ അനക്കാതെ കയ്യിൽ കോരിയെടുത്തുകൊണ്ടവൻ ആ കുരുന്നിനെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ശേഷം ഒച്ചയുണ്ടാക്കാതെ അവിടെ നിന്നും ഇറങ്ങി അടുത്ത മുറിയുടെ നേർക്ക് നടക്കുമ്പോൾ തൻ്റെ പൊന്നുമോളെ കരുതലോടെ വാത്സല്യത്തോടെ കൊണ്ടുപോകുന്ന ഒരച്ഛൻ്റെ ഭാവമായിരുന്നു അവന്. റൂമിലെ വലിയ ബെഡിൻ്റെ ഒരറ്റത്തേക്ക് അവൻ ആ പൊന്നോമനയെ മെല്ലെ കിടത്തി. ഡോറ് പൂട്ടി തത്തമ്മയുടെ അരികിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ ആദിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തൂവുകയായിരുന്നു. ആരാ കുഞ്ഞെ നീ എനിക്ക്? ഇപ്പോൾ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലായിരിക്കുന്നല്ലോ എനിക്ക്. എന്നെയും കൂടി ഒന്ന് സ്നേഹിക്കുമോ? അച്ഛയൊന്നൊന്ന് വിളിക്കുമോ? ആ കുഞ്ഞുവായ കൊണ്ട് എൻ്റെ കവിളിൽ ഒരു ഉമ്മ തരുമോ? പൊന്നുപോലെ നോക്കിക്കൊള്ളാടി നിന്നെ. എന്നെ ഇട്ടിട്ട് പോകാതിരുന്നാൽ മതിയടി പൊന്നെ. വളരെ പതിയെ ആ കുരുന്നിൻ്റെ നെറ്റിയിൽ അവൻ തൻ്റെ ചുണ്ടുകൾ ചേർത്തു വിതുമ്പിക്കൊണ്ട്. അമ്മേ, എനിക്കൊട്ടും വയ്യ, ഞാൻ രാവിലെ ചെയ്തോളാം. കുമാരിയുടെ മുഖത്തേക്ക് നോക്കി കെഞ്ചി പറയുമ്പോൾ അവളിൽ തീർത്തും നിസ്സഹായതയായിരുന്നു മുന്നിട്ട് നിന്നത്. ഒരു പാവം പിടിച്ച പെണ്ണിൻ്റെ നിസ്സഹായത. മര്യാദയ്ക്ക് ഇതും കൂടി ചെയ്തിട്ട് നീ അങ്ങ് പോയാൽ മതി. അവക്കടെ ഒരു വയ്യാഴിക. കെട്ടിലമ്മ ചമ്മഞ്ഞിരിക്കാനല്ല നിന്നെ ഈ വീട്ടിലേക്ക് എൻ്റെ മോൻ കെട്ടിക്കൊണ്ടു വന്നത്. പിറുപിറുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവരെ നോക്കി സങ്കടത്തോടെ പാതകത്തിൽ ചാരി നിൽക്കുവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ ഈശ്വര. സിങ്കിനുള്ളിൽ കഴുകുവാനായി കുന്നുകൂടിക്കിടക്കുന്ന പാത്രങ്ങൾ കണ്ടപ്പോൾ ദേവിക തൻ്റെ കരച്ചിലിനെ സ്വയം കടിച്ചു പിടിച്ചു നിന്നു. വൈകിട്ട് സ്കൂളിൽ നിന്നും വന്നത് തന്നെ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നോർത്ത് തന്നെയാണ്. വല്ലാത്ത പനിയും തലവേദനയും കാരണം ഒരു വിധത്തിലാണിന്ന് ക്ലാസ്സുകൾ എടുത്തു തീർത്തത് തന്നെ. തൻ്റെ വയ്യാഴികയും കൂനിക്കൂടിയുള്ള ഇരിപ്പും കണ്ടിട്ട് നീലിമയാണ് അവസാനത്തെ പീരീഡിൽ നിന്നും തന്നെ ഒഴിവാക്കിയത് പോലും. ശരീരമാകെ ഇപ്പോഴും തണുത്തു വിറയ്ക്കുന്നുണ്ട്. കണ്ണിൽ നിന്നുമൊക്കെ ചൂട് പറക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അവൾ പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളമെടുത്ത് കണ്ണും മുഖവും നന്നായി കഴുകിക്കൊണ്ട് എന്തിനോ വേണ്ടി വിതുമ്പിപ്പോയി. രാത്രിയിലെ അത്താഴം പോലും താൻ വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും കൂടി അരച്ചു വെച്ചപ്പോഴേക്കും തല കറങ്ങുന്നത് പോലെ തോന്നിയിരുന്നു. എല്ലാം ഒരു വിധത്തിൽ ചെയ്തു തീർത്തിട്ട് കഴിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് താൻ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അമ്മ തന്നെ പിന്നിൽ നിന്നും വിളിച്ച് സിങ്കിലെ പാത്രങ്ങൾ കൂടി കഴുകാൻ ഓർഡർ ഇട്ടിട്ട് പോയത്. മനഃപൂർവ്വമല്ല, വയ്യാഴിക കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു പരിഗണനയും തന്നില്ല. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് തുടങ്ങുന്ന പണികളാണ്. എല്ലാവർക്കുമുള്ള ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് വേണം മോളെയും കൂട്ടി സ്കൂളിലേക്ക് പോകുവാൻ. ആരും ഒന്നും സഹായിക്കാൻ പോലും വരില്ല. ഹരിത വീട്ടിലുണ്ടെങ്കിൽ പോലും കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അടുക്കളയിലേക്ക് വരുന്നത് തന്നെ. എന്നിട്ടും കുറ്റവും കുറവും പരാതികളും മാത്രമാണ് അവരിൽ നിന്നും താൻ കേൾക്കേണ്ടി വരുന്നത്. എന്തിനു പറയണം,
ഒരു വയ്യാഴിക വന്നാൽ മരുന്ന് വാങ്ങാൻ പോലും താൻ അമ്മയോട് കെഞ്ചണം. 1-ാം തീയതി കിട്ടുന്ന സാലറി കിട്ടുന്നതിൽ ഭൂരിഭാഗവും അവർ വാങ്ങിയെടുക്കുമായിരുന്നു. മടുത്തുപോയി ഈ ജീവിതം. കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഇപ്പോഴും താൻ ജീവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ താൻ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. തളർച്ചയോടെ സിങ്കിനരികിലേക്ക് പതിയെ നടന്നപ്പോൾ അവളൊന്ന് മുന്നോട്ടേക്ക് വേച്ചു പോയിരുന്നു. കണ്ണുകളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന സങ്കടക്കടലിനെ തൂത്ത് കളയാൻ പോലും മെനക്കെടാതെ അവൾ പാത്രങ്ങൾ ഓരോന്നായി മെഴുക്കുവാൻ തുടങ്ങി. അത് തീർത്ത് വെച്ച് അടുക്കളയിൽ നിന്നും ഇറങ്ങുമ്പോൾ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരുന്നു. ഹാളിലെ സെറ്റിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് എങ്ങനെയൊക്കെയോ അവൾ കട്ടിലിലേക്ക് കൊണ്ടുപോയി കിടത്തി. പാവം, ഒന്നും അറിയാതെ ഈ കുരുന്നിനെ കൂടെ ഈ നശിച്ച ജീവിതത്തിലേക്ക് വലിച്ചിട്ടു. തത്തയുടെ നെറുകയിൽ ഒരുമ്മ കൊടുത്തിട്ട് അവൾക്കരികിലായി ദേവിക കിടന്നു. സുധി 2 ദിവസങ്ങൾക്ക് മുൻപേ ഓഫീസ് ടൂറിന് വേണ്ടി എങ്ങോട്ടേക്കോ പോയതിനാൽ അവൻ വരില്ലെന്നുള്ളൊരാശ്വാസം അവൾക്കുണ്ടായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അയാളുടെ കൂത്തുകൾക്ക് വേണ്ടി താൻ കിടക്ക് കൊടുക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ കിടന്നതറിയാതെ അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. ശരീരത്തിലൂടെ ഇഴയുന്ന വിരലുകൾ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗാഠനിദ്രയിൽ നിന്നും ദേവിക ഞെട്ടലോടെ കണ്ണുകൾ തുറന്നത്. നോക്കിയപ്പോൾ കണ്ടു, അടുത്ത് തനിക്കരികിലായി തൻ്റെ ശരീരത്തെ ആർത്തിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സുധിയെ. ഒരു നിമിഷം താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും അവൾ സംശയിച്ചു. പക്ഷേ നടുവിന് മുകളിലായി ബലമായി മുറുകുന്ന കൈകളും അവനിൽ നിന്നുമുള്ള മദ്യത്തിൻ്റെ രൂക്ഷഗന്ധവും താൻ കാണുന്നത് സ്വപ്നമല്ല എന്ന കാര്യം അവളെ ബോധിപ്പിച്ചു. എനിക്കൊട്ടും വയ്യ പറയുമ്പോൾ പേടിയോടെ അവളെ ഒന്ന് വിറച്ചിരുന്നു. അത് പറയാൻ നീ ആരാടി മോളെ? ഞാൻ പറയും, നീ അതനുസരിക്കും. അവൻ അവളെ പൊക്കിയെടുത്ത് ഒരു ഊക്കോടെ നിലത്തേക്കിട്ടു. കരയാൻ ത്രാണിയില്ലാത്തവൾ ഒരു ജീവനുള്ള പാവയെപ്പോലെ വേദന സഹിച്ച് കിടന്നുകൊടുത്തു. അവൾക്ക് ശ്വാസം മുട്ടി. ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറിയതോ ബോധരഹിതയായതോ ഒന്നും അപ്പോൾ ദേവിക അറിഞ്ഞില്ല. ഉള്ളിൽ നിറയെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബോധം പൂർണ്ണമായും വിട്ടുപോകുന്നതിന് മുൻപ് അവൾ കണ്ടു, തൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് തത്തയുടെ അരികിലേക്ക് നീങ്ങുന്ന സുധിയെ. മോളെ! അവൾ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ദേവികയെ വല്ലാതെ വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. ഹൃദയം വല്ലാതെ ഉച്ചത്തിൽ മിടിക്കുന്നത് അവൾക്ക് കേൾക്കുവാനായി കഴിഞ്ഞു. മോളെവിടെ? അവൾ അരികിൽ തത്തയെ തപ്പി. കുഞ്ഞിനെ കാണുന്നില്ലെന്ന് കണ്ടതും പെണ്ണിൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയിരുന്നു. അവൾ ചുറ്റിനും നോക്കി. മുറിയിലെ വെളിച്ചത്തിൽ അപ്പോഴാണ് ദേവിക കണ്ടത്, ബെഡിൽ സുഖമായി കിടന്ന് ഉറങ്ങുന്ന രാധയെ. വീണ്ടും കുറച്ച് നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു അവൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാനായി. ഇത്തിരി മുൻപ് വരെ താൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്നറിഞ്ഞതും അവൾ വലങ്കൈ നെഞ്ചിന് മുകളിൽ വെച്ചുകൊണ്ട് ആശ്വാസത്തോടെ ഒന്ന് നെടുവേർപ്പെട്ടു. ഇനിയും വേട്ടയാടുന്ന തൻ്റെ ഭൂതകാലത്തിലെ ജീവിതം ദേവികയെ ഒരുപാട് ഭയപ്പെടുത്തി എന്ന് വേണം പറയാൻ. അവൾക്കപ്പോൾ തത്തയെ കാണുവാനായി ഹൃദയം പിടിച്ചു. അവളെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ തൻ്റെ ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിയതും ഉറങ്ങിക്കിടക്കുന്ന രാധയെ ഒന്ന് നോക്കിയിട്ട് ചാരിയിട്ട മുറിയുടെ വാതിൽ തുറന്നവൾ പുറത്തേക്കിറങ്ങി. കോറിഡോറിൽ അവിടെയും ഇവിടെയുമായി നഴ്സുമാർ ഉണ്ടായിരുന്നു. 1-2 രോഗികളുടെ കൂടെ നിൽക്കുന്ന അറ്റൻഡേഴ്സും. പതിയെ എല്ലായിടവും ഒന്ന് നോക്കിയിട്ട് ദേവിക തൊട്ടടുത്തുള്ള മുറിയിലേക്ക് ധൃതിയിൽ കാലുകൾ നീക്കി. ആ മുറിയുടെ വാതിലിന് മുൻപിൽ നിന്നപ്പോൾ പെണ്ണിനെ ശരിക്കും പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അതിനുള്ളിൽ ആദിയുണ്ടെന്നുള്ള തോന്നൽ അവളെ ഒന്ന് പിന്നോട്ടേക്ക് ചിന്തിപ്പിച്ചു. എങ്കിലും കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കലശമായതുകൊണ്ട് തന്നെ അവൾ ആ ഡോറ് പതിയെ അകത്തേക്ക് തള്ളി തുറക്കുവാനായി ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നതിനാൽ അത് തുറക്കുവാൻ ദേവികയ്ക്ക് കഴിഞ്ഞില്ല. അവൾക്ക് കടുത്ത നിരാശ തോന്നി. എന്തോ ഒരു സങ്കടം അവളെ വന്നപ്പോൾ പൊതിഞ്ഞു. തത്തയുടെ മുഖം ഒരു വട്ടമെങ്കിലും കണ്ടാൽ മതിയെന്നുള്ള ചിന്ത ദേവിയിൽ നിറഞ്ഞു. എങ്കിലും ആ വാതിലിൽ തട്ടി വിളിക്കുവാനുള്ള ധൈര്യം ആ പെണ്ണിനുണ്ടായിരുന്നില്ല. ഒരന്യപുരുഷനുള്ളൊരു മുറിയിൽ കയറുവാനുള്ള ചടപ്പ് മാത്രമായിരുന്നത്. സങ്കടത്തോടെ ആ മുറിയുടെ മുൻപിൽ നിന്നും തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ആ റൂമിൻ്റെ പാതി അടഞ്ഞ ജനലിലേക്ക്
ദേവികയുടെ നോട്ടം പോയത്. അത് കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ അങ്ങോട്ടേക്ക് അടങ്ങാനാവാത്ത സന്തോഷത്തോടെ ഓടിച്ചെന്നു. പാതി തുറന്ന ജനൽ മുഴുവനായും പുറത്തേക്ക് തുറന്ന് ജനലഴിക്കുള്ളിലേക്ക് നോക്കിയവളുടെ കണ്ണുകൾ അവിടെ കണ്ട കാഴ്ചയിൽ എന്തിനോ വേണ്ടി നിറഞ്ഞൊഴുങ്ങി. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അതോ നിസ്സഹായത മൂലമോ എന്ന് വേർതിരിച്ചറിയാനാവാതെ തൊണ്ടയിൽ കുടുങ്ങിയ കരച്ചിലിനെ പുറത്തേക്ക് വിടാതെ അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ തിരിഞ്ഞ് രാധയുടെ മുറിയിലേക്ക് നടന്നു. മഹർഷിയുടെ വയറിന് മുകളിലായി ഇരു കാലുകളും അപ്പുറവും ഇപ്പുറവും ഇട്ടിരുന്നു കൊണ്ട് നെഞ്ചിന് മുകളിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന തത്തമ്മോള്. അവളുടെ മുഖം ഇന്ന് പതിവില്ലാത്ത രീതിയിൽ ശാന്തമാണ്. ജനിച്ചപ്പോൾ തൊട്ടുറങ്ങാൻ തൻ്റെ ചൂട് വേണമായിരുന്നവൾ മറ്റൊരുവൻ്റെ നെഞ്ചോരമാണ് കിടക്കുന്നതെന്നുള്ള കാര്യം അറിയുന്നതേയില്ല. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു ദേവികയെ അമ്പരപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും. ഉറങ്ങാതെ കിടന്നുകൊണ്ട് കുഞ്ഞിൻ്റെ മുടിയിഴകളിൽ തഴുകി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ താരാട്ട് മൂളിക്കൊണ്ട് കിടക്കുന്ന മഹർഷി മുറിയിലേക്ക് വന്ന് ബൈസ്റ്റാൻഡർ ബെഡിൽ കമഴ്ന്നു കിടക്കുമ്പോഴും ആ ദൃശ്യമായിരുന്നു ദേവികയുടെ മനസ്സിനെ പിടിച്ചുലച്ചത്. ജനിച്ചു വീണിത്രയും നാളായിട്ടും ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാത്ത തൻ്റെ മകളെ തികച്ചും അന്യനായ ഒരുവൻ താരാട്ട് പാട്ടി ഉറക്കുന്നു. അതും നേരം പുലരുന്ന ഈ സമയത്ത്. ഇത്രയും നേരമായിട്ടും ആദി എന്തുകൊണ്ട് ഉറങ്ങിയില്ല? തത്തമ്മോളെ ഇത്രയും കാര്യമായിട്ട് ഇദ്ദേഹം എന്തിനു സ്നേഹിക്കുന്നു? താരാട്ടിൻ്റെ ഇരടികൾ പാടിയ അയാളുടെ കണ്ണുകളിൽ കുഞ്ഞിനോടുള്ള അടങ്ങാത്ത വാത്സല്യവും കരുതലുമല്ലേ താനിപ്പോൾ കണ്ടത്? തൻ്റെ കുഞ്ഞിനെ സ്വന്തം പോലെയല്ലേ അയാൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? എല്ലാം എന്തിനു വേണ്ടി? ദേവികയുടെ ചിന്ത പല വഴിക്ക് പാഞ്ഞു. നേരം നന്നായി വെളുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞിക്കണ്ണുകൾ ഇമ വെട്ടിക്കൊണ്ട് പതിയെ തുറന്നത്. കുഞ്ഞുവായൊന്ന് തുറന്ന് വായിക്കോട്ട വിട്ടുകൊണ്ടവൾ മെല്ലെ എഴുന്നേറ്റിരുന്ന് മുന്നോട്ടേക്ക് നോക്കി. അമ്മേ. പതിവ് പോലെ തൻ്റെ മുൻപിലേക്ക് വരുന്ന അമ്മയെ കാണാത്തതിനാലാവാം കുഞ്ഞിപ്പൊണ്ണൊന്ന് ചിണുങ്ങിയത്. അമ്മേ. അവൾ വീണ്ടും മെല്ലെ വിളിച്ചു. ആരും വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് തത്ത പേടിയോടെ ചുറ്റിനും നോക്കിയത്. പരിചയമില്ലാത്ത സ്ഥലമായതിനാലാണോ അതോ അമ്മയെ കാണാത്തതിലുള്ള വിഷമം കൊണ്ടാണോ തത്ത കുഞ്ഞിൻ്റെ ചുണ്ടുകൾ പൊടുന്നനെ വിതുമ്പി തുടങ്ങി. പെട്ടെന്നാണ് താനിരിക്കുന്ന ഇടം ഒന്നനങ്ങിയതുപോലെ തത്തയ്ക്ക് തോന്നിയത്. അവൾ ഇത്തിരി തല ചെരിച്ചു പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി. മർഷി താൻ അവൻ്റെ ദേഹത്താണ് ഇരിക്കുന്നതെന്ന് കണ്ടതും തത്തയുടെ മുഖത്ത് പൊടുന്നനെ ഒരു ഞെട്ടൽ നിറഞ്ഞു. അതേസമയം തൻ്റെ മേലുള്ള കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞതും ആദി എഴുന്നേൽക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു. അയ്യോ. തത്തമ്മയ്ക്കപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഉണരുവാൻ തുടങ്ങിയ ആദിയുടെ കണ്ണുകളിലെ ചലനം അവളെ പെട്ടെന്ന് പരിഭ്രാന്തയാക്കി. ഉണ്ട കവിളുകളിൽ പേടി മൂലം ചുവപ്പ് രാശി പടർന്നു. കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞി ചുണ്ട് വിതുമ്പുവാൻ എന്നവണ്ണം പുറത്തേക്കിന്തി. ഞാനിനി എന്ത് ചെയ്യും? അതാലോചിക്കാൻ പോലും കുഞ്ഞിന് സമയമുണ്ടായിരുന്നില്ല. ആദി കണ്ണുകൾ തുറന്നു എന്ന് കണ്ടതും അവൾ മറ്റൊന്നും ഓർത്തില്ല. എങ്ങനെയൊക്കെയോ ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് തത്തക്കുഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് കമഴ്ന്നു കിടന്നു. നേരത്തെ കിടന്നുറങ്ങിപ്പോയതുപോലെ വയറിന് മുകളിലിരുന്ന് കാലുകൾ ഇരുവശത്തേക്കും ഇട്ടുകൊണ്ട് പിന്നീട് കണ്ണുകൾ ഇറുക്കി അടച്ചു പേടിയോടെ. മഷി എണീക്കല്ലേ, എന്നെ തല്ലല്ലേ. കണ്ണുകൾ അടച്ചുവെങ്കിലും ആ കുരുന്നിൻ്റെ മനസ്സിലെ പ്രാർത്ഥന അതുമാത്രമായിരുന്നു. അമ്പൂറ്റി, ഞാനേ ഇനിയും വരുമ്പോഴേ വെണ്ണ കൊണ്ടുതരാവേ. ഈ മഷിയോടൊന്ന് പറയോ, എന്നെ വഴക്കോ പറയോ അടിക്കോ ചെയ്യരുതെന്ന്. പെണ്ണിൻ്റെ കുഞ്ഞി ചുണ്ടുകൾ പിറുപിറുത്തു. തൃക്കേലെ അമ്പലത്തിലെ കൃഷ്ണൻ്റെ അടുത്ത് കൈക്കൂലി തരാമെന്ന് പറയുവാൻ പോയിരിക്കുകയായിരുന്നു അവളുടെ മനസ്സപ്പോൾ. പൊടുന്നനെ ആദി കുഞ്ഞിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചതും അവൻ്റെ കൈക്കുള്ളിൽ കിടന്നവളുടെ കണ്ണുകൾ അപ്പോഴേക്കും പേടി കൊണ്ട് നിറയാൻ തുടങ്ങിയിരുന്നു. അമ്മേ. അവൾക്കപ്പോൾ തൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നി. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് തോന്നി. പെട്ടെന്ന് ആദിയുടെ ശരീരം ഒന്നിളകി എന്നറിഞ്ഞതും അവൻ എഴുന്നേറ്റു എന്നുള്ള കാര്യം തത്തയ്ക്ക് മനസ്സിലായിരുന്നു. എന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും. എനിക്ക് ഫ്രൂട്ടി തന്ന ആളല്ലേ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്ന ആളല്ലേ, എന്നെ എൻ്റെ അമ്മേനെ ആശുപത്രി കൊണ്ടുപോയ ആളല്ലേ, എൻ്റെ അച്ഛനെ ഡിഷും ചെയ്ത ആളല്ലേ. അപ്പോൾ എന്നെ ഒന്നും ചെയ്യാനില്ലായിരിക്കും. ഞാൻ കുഞ്ഞല്ലേ. ആദ്യം ഒട്ടൊരു സംശയത്തോടു കൂടിയാണ് മനസ്സിൽ ചിന്തിച്ചതെങ്കിലും തത്ത പിന്നീടത് തിരുത്തി ആലോചിക്കുവാൻ തുടങ്ങി. എങ്കിലും
കണ്ണു തുറന്ന് അവനെ നോക്കുവാനോ അവൻ്റെ ദേഹത്തിന് മുകളിൽ നിന്ന് എഴുന്നേറ്റ് മാറുവാനോ തത്ത എന്തുകൊണ്ടോ തയ്യാറായില്ല. അവനെ നന്നായിട്ട് പേടിയുണ്ടെങ്കിലും എവിടെയൊക്കെയോ ആദിയോടുള്ള ഒരു ചെറിയ വിശ്വാസം ആ കുഞ്ഞു മനസ്സിൻ്റെ അറ്റത്തുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. തത്തമ്മേ, പൊടുന്നനെയാണ് ആദിയുടെ വലം കൈ പെണ്ണിൻ്റെ തലയുടെ പിറകിലായി തഴുകുവാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ പെണ്ണിൻ്റെ നെറുകയിൽ പല പ്രാവശ്യം അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. പക്ഷേ അവൻ്റെ വിളിയിൽ ആ കുരുന്നിൻ്റെ മനസ്സുടക്കി. എല്ലാവരും എന്നെ തത്തയെന്നല്ലേ വിളിക്കുക, ഈ മർഷി എന്താ തത്തമ്മേന്ന് വിളിക്കുന്നേ? അവൾക്ക് സംശയം തോന്നി. കണ്ണടച്ചു പിടിച്ചു കിടക്കുന്ന തത്തയ്ക്ക് അവൻ്റെ വാത്സല്യത്തോടെയുള്ള വിളിയും കരുതലുമൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നതിനാലാവാം അവൾ അനങ്ങാതെ ആദി പറയുന്നതൊക്കെ കേട്ടുകിടന്നത്. എന്നാടി പൊന്നെ എന്നോടുള്ള നിൻ്റെ ഈ പേടി മാറുന്നേ? അവൻ വീണ്ടും വീണ്ടും അവളെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മെല്ലെ പിറുപിറുത്തു. തത്തയ്ക്ക് അവൻ്റെ പ്രവൃത്തിയിൽ ശ്വാസം മുട്ടിയെങ്കിലും ആദിയുടെ സംസാരം വീണ്ടും സംശയമുണ്ടാക്കി. എന്നെ പൊന്നേന്ന് വിളിച്ചല്ലോ, അപ്പോൾ എന്നെ ഇഷ്ടമാണോ മഹർഷിക്ക്? അവൾ പൊടുന്നനെ കുഞ്ഞി കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് ആദി കാണാതെ അവനെ ഒന്ന് പാളി നോക്കി. എൻ്റെ തത്തമ്മേ, നിന്നെ ഒന്ന് എടുക്കാൻ നീ ഇങ്ങനെ ഉറങ്ങുന്നിടം വരെ ഞാൻ കാത്തിരിക്കണോടി. മഹർഷി ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെറുകയിൽ തല ചേർത്ത് വെച്ചു, അതും പരിഭവത്തോടെ. നിന്റെ മഹർഷി വിളി കേൾക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യടി എൻ്റെ കുഞ്ഞാപ്പി. അവൻ വീണ്ടും വീണ്ടും ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, അല്ലായിരുന്നേ എന്നെ ഒന്ന് നീ നോക്കുക പോലും ഇല്ലല്ലോ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ പിൻറകെ ഇങ്ങനെ നടക്കുന്നേ. അപ്പോൾ അവിടെ ഒരു പേടി. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ കുഞ്ഞേ നീ ഇങ്ങനെ എന്നെ പേടിക്കുന്നേ? അത് ചോദിക്കുമ്പോൾ മാത്രം ആദിയുടെ ശബ്ദം ഇടറിയിരുന്നു. മർഷി കരയാണോ? പെണ്ണിനൊരു നിമിഷം സംശയം തോന്നിയെങ്കിലും അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറുവാനോ അവനോട് സംസാരിക്കുവാനോ തത്തയ്ക്കപ്പോൾ തോന്നിയില്ല. സാരമില്ല, എന്നോട് മിണ്ടണ്ട, എൻ്റെ അടുത്ത് വരണ്ട. പക്ഷേ ഇനി എന്നെ നോക്കുമ്പം പേടിയോടെ നോക്കാതിരുന്നാൽ മതി കേട്ടോ വാവേ. അവസാനമായി ഒരു ഉമ്മ കൂടെ അവളുടെ നെറുകയിൽ അവൻ നൽകി. ശേഷം കുഞ്ഞിനെ അതുപോലെ തന്നെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും തത്ത കണ്ണുകൾ പൊടുന്നനെ ഇറുക്കി അടച്ചു കഴിഞ്ഞിരുന്നു. കുറുമ്പി, എന്തുറക്കവാടി വാവേ ഇത്? കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ ഒരു കുഞ്ഞുമ്മ കൂടെ നൽകിയതിന് ശേഷം അവൻ അവളെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർത്ത് വെച്ചു, തൻ്റെ സ്വന്തം എന്ന പോലെ. ശേഷം അവിടെ നിന്നും അവൻ പുറത്തേക്കിറങ്ങി രാധ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. മർഷി എനിക്ക് ഒത്തിരി ഉമ്മ വന്നു, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ പേടിയോട് നോക്കല്ലേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടാത്തോണ്ട് കരഞ്ഞു. പാവാണോ ഈ മർഷി? ആയിരിക്കും, അല്ലായിരുന്നേ എന്നെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കില്ലല്ലോ. കള്ളയുറക്കം നടിച്ചു കിടന്ന കുഞ്ഞിൻ്റെ ചിന്തകൾ അങ്ങനെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ദേവമാമൻ വിഷ്ണു ചേട്ടനെ എടുക്കുന്ന പോലല്ലേ മഹർഷി ഇപ്പം എന്നെ എടുത്തത്, ഉമ്മച്ചത്, സ്നേഹിച്ചത്. ആദ്യമായി പേടിയില്ലാതെ തത്ത അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു. കാരണം അവൻ്റെ ആ സ്നേഹം വീണ്ടും വീണ്ടും അനുഭവിക്കാൻ ആ കുഞ്ഞു മനസ്സ് കൊതിച്ചു പോയിരുന്നു. മോൾ എണീറ്റോ ആദി? മുറിയുടെ അകത്തേക്ക് കയറി ചെന്നതും ബെഡിൽ ഉണർന്നെഴുന്നേറ്റ് കിടക്കുന്ന രാധയുടെ ചോദ്യമാണ് അവനെ വരവേറ്റത്. ഇല്ലമ്മേ, എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നെ കണ്ട് ചിലപ്പോൾ കരഞ്ഞാലോ? അവൻ കുഞ്ഞിനെ ശ്രദ്ധയോടെ ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് കിടത്തി. ഒരു തലയണ ആ സൈഡിലേക്ക് എടുത്തു വെച്ചോളൂ, ദേവി കുളിക്കാൻ കയറിയേക്കുക. രാധ പൊടുന്നനെ നിർദ്ദേശിച്ചു. ചെരിഞ്ഞു കിടക്കുന്നവളുടെ ഒരു വശത്തായി തലയണ എടുത്ത് തടവെച്ചിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ലോകം കൈക്കുള്ളിൽ കോരിയെടുത്ത സന്തോഷമായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഒരു രാത്രി മുഴുവനും തൻ്റെ നെഞ്ചോരം ചാരിക്കിടന്നുറങ്ങിയ ആ പിഞ്ചോമനെ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ പൊടിഞ്ഞു. എന്നും നീ എൻ്റെ അരികിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷവാനായിരുന്നേനെ കുഞ്ഞെ. എന്തോ നിന്നിൽ നിന്നും അകലാനാവാത്ത വിധം ഞാൻ അടിമപ്പെട്ടു പോയിരിക്കുന്നു, കാരണം ഏതുമില്ലാതെ. നിറഞ്ഞ കണ്ണുകൾ മെല്ലെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. എൻ്റെ രാധേ, നീ എന്താ കൊച്ചുകുട്ടിയാണോ? നോക്കിയേ, ഒരു കാല് ഓടിച്ചിട്ട് വന്ന് കിടക്കുന്നു. അത് പോട്ടെന്ന് വയ്ക്കാം, എന്നെ വിളിച്ചൊന്ന് പറയാനുള്ള മര്യാദ പോലും നീ കാട്ടിയില്ലല്ലോ. ഓഫീസ് മീറ്റിനായി 2 ദിവസം മാറി നിന്ന വിശ്വം തിരിച്ചു വന്നപ്പോഴാണ് രാധയുടെ വിവരങ്ങൾ അറിയുന്നത്.
അയാൾക്ക് ഭാര്യയുടെ അവസ്ഥയിൽ വല്ലാത്ത സങ്കടം തോന്നി. സാർ വിഷമിക്കേണ്ടെന്ന് കരുതിയാവും രാധമ്മ പറയാതെ ഇരുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വഴക്ക് കേട്ടിട്ടും പുഞ്ചിരിയോടെ കട്ടിലിൽ ചാരിയിരിക്കുന്ന രാധയെ കണ്ടപ്പോൾ ദേവികയ്ക്ക് മനസ്സലിഞ്ഞു. അങ്ങനെയാണോ ദേവി വേണ്ടത്? എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇവൾക്ക് എന്തായിരുന്നു? ഇവളെ വിളിച്ചിട്ട് ഇവൾ എടുക്കുന്നില്ല. അബി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അയാൾ ദേഷ്യം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശ, ഇനിയും വഴക്കു പറയല്ലേ. നമ്മുടെ മുത്തശ്ശി പാവല്ലേ. അവർക്ക് അലികിൽ നിന്ന് തത്തയും കൂടി വാദം തുടങ്ങിയപ്പോഴേക്കും വിശ്വം പിന്നീട് ആ സംസാരം അവിടെ നിർത്തി. പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. ഒടുവിൽ വഴക്കു പറച്ചിൽ നിർത്തിയിട്ട് അയാൾ തത്തയെ എടുത്തുകൊണ്ട് ബൈസ്റ്റാൻഡർ ബെഡിലേക്കിരുന്നു. അല്ലേലും എൻ്റെ മുത്തശ്ശൻ സൂപ്പറാ. അയാൾ ദേഷ്യപ്പെടൽ നിർത്തിയെന്ന് മനസ്സിലായതും അവൾ മടിയിലിരുന്നു കൊണ്ട് വിശ്വത്തിൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. പിന്നല്ല. അതിനു മറുപടിയായി വിശ്വം പൊട്ടിച്ചിരിച്ചു. പെട്ടെന്നാണ് ആദ്യം ആ മുറിയിലേക്ക് കയറി ചെന്നത്. അവനെ കണ്ടതും വിശ്വത്തിൻ്റെ ചിരി പെട്ടെന്ന് നിന്നു. ഡോക്ടർ ഇപ്പോൾ വരും, നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ പൊട്ടലൊന്നും ഇല്ലല്ലോ. അച്ഛനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടവൻ പതിയെ രാധയുടെ അരികിലേക്കായി ചെന്ന് നിന്നു. മടുത്തിവിടം. വീട്ടിൽ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. രാധയ്ക്കും അവിടെ കിടക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ദേവികയും കുഞ്ഞിനെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതാണ്. മുത്തശ്ശ, പെട്ടെന്ന് മടിയിലിരുന്നവൾ വിശ്വത്തെ രഹസ്യമായി തോണ്ടി വിളിച്ചു. എന്താടി കാന്താരി? അയാളും ശബ്ദം കുറച്ചുകൊണ്ട് അവളോട് തിരക്കി. എന്താ മുത്തശ്ശൻ മർഷിയോട് മാത്രം മിണ്ടാത്തേ? അബിയങ്കിളിനോട് മിണ്ടുന്ന പോലെ മർഷിയോട് മുത്തശ്ശൻ മിണ്ടുന്നില്ലല്ലോ. രഹസ്യമായിട്ടാണ് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം ഇത്തിരി ഉയർന്നതിനാൽ എല്ലാവരും കേട്ടു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം മുറിയിൽ എല്ലാവരും നിശബ്ദരായി. ആരും പരസ്പരം നോക്കുവാനോ എന്തെങ്കിലും സംസാരിക്കുവാനോ തുനിഞ്ഞില്ല. കടുത്ത മൗനം മുറിയിൽ നിറഞ്ഞതും ആദ്യമൊന്ന് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് രാധയെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഷോ, താനെന്തെങ്കിലും തെറ്റു ചെയ്തോ എന്ന ചിന്തയിൽ തത്തയുടെ മുഖവും മ്ലാനമായി. മോനെ ആദി. ആരെയും നോക്കാതെ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനെ കണ്ടതും രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനോട് പറയ് വീട്ടിൽ പോയി കിടക്കാൻ. ഇവിടെ വേറെ മുറിയൊന്നുമില്ല ഇനി ബുക്ക് ചെയ്യാൻ. ആദിയുടെ മുഖത്ത് നീരസം പ്രകടമായിരുന്നു. എങ്കിൽ നിനക്ക് തന്നെ നേരിട്ട് പറഞ്ഞൂടെ? കട്ടിലിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്നു തത്തയെ പുന്നാരിച്ചു കൊണ്ടിരുന്ന രാധ മകനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. മഹർഷി അതിനുള്ള ഉത്തരമൊന്നും പറഞ്ഞില്ല. പകരം അവരെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് കയ്യിലിരുന്ന ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരുന്നു. കണ്ടാൽ തന്നെ അറിയാം അവന് പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന്. അതുകൊണ്ട് തന്നെ രാധ മൗനം പാലിച്ചു. അവൻ കിടക്കുന്ന മുറിയിൽ വിശ്വം കയറിക്കിടന്നതിൻ്റെ ഈർഷ്യയാണ് ചെക്കന്. ഇവരുടെ പിണക്കവും ദേഷ്യവും എന്നിനി കഴിയുമോ ഈശ്വര. അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. എടാ, തത്ത ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവൾക്ക് കഴിക്കാൻ എന്തേലും വാങ്ങിക്കൊണ്ട് വന്നൂടെ നിനക്ക്? കുറേ നേരത്തിന് ശേഷം അവനൊന്ന് ശാന്തനായി എന്ന് തോന്നിയതും രാധ പറഞ്ഞു. അതെന്തേ കഴിക്കാഞ്ഞേ? വീട്ടിൽ നിന്നും കൊണ്ടിരുന്നല്ലോ. അവൻ തൻ്റെ അമ്മയുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന കാന്താരിയെ ഒന്ന് പാളി നോക്കിയിട്ട് ആദി ചോദിച്ചു. ഒളിക്കണ്ണിട്ട് തൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കള്ളിപ്പെണ്ണ്. ഇനി താൻ വഴക്കു പറഞ്ഞാലോ എന്നോർത്തായിരിക്കണം ഈ കള്ളനോട്ടം. അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൾക്ക് ചോറ് വേണ്ടാന്ന്, ഐസ്ക്രീം തിന്നാൻ തോന്നുന്നു. രാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അടുത്തിരുന്ന കുറുമ്പി അവരുടെ മടിയിലേക്ക് പൊടുന്നനെ തല പൂഴ്ത്തി വെച്ചു. ആദ്യ വഴക്ക് പുറമെ ഒന്ന് പേടിച്ചിട്ട്. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, പക്ഷേ വേണ്ട ആൾ എൻ്റെ കൂടെ ക്യാൻറ്റീനിൽ വരണം. ആദ്യ കട്ടായം പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് രാധയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി. ഐസ്ക്രീമിൻ്റെ കാര്യം ഓർത്തപ്പോൾ കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആദിയുടെ കൂടെ പോകുവാൻ ഒന്ന് മടിച്ചവൾ. അതുകൊണ്ട് തന്നെ ചൂണ്ടുവിരൽ താടിയിൽ കുത്തിക്കൊണ്ട് പെണ്ണ് ഗഹനമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അവളുടെ കട്ടായങ്ങൾ കണ്ടതും ആദിക്ക് ചിരി പൊട്ടി. എങ്കിലും തത്തപ്പെണ്ണിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും നോക്കിക്കണ്ടുകൊണ്ട് അവൻ സ്വയം മറന്നിരുന്നു. ചെല്ലുമോളെ, അവൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞില്ലേ? രാധ കുഞ്ഞിനെ നിർബന്ധിച്ചു. എങ്കിലും അവൾ അവരുടെ അരികിൽ നിന്ന് എഴുന്നേൽക്കുവാനോ ആദിയുടെ കൂടെ പോകുവാനോ കൂട്ടാക്കിയില്ല. കേസർ ബാദാമിൻ്റെ ഐസ്ക്രീം അവിടെ ഉള്ളത് ഞാൻ കണ്ടതാ, അതും വലുത്. അവളുടെ താല്പര്യമില്ലായ്മ കണ്ടതും ചെക്കൻ ഗൗരവത്തോടെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട്
ആരോടെന്നില്ലാതെ പെറുപിറുത്തു. അതും കൂടെ കേട്ടപ്പോഴേക്കും തത്തയ്ക്ക് അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായി. അത്രയും നേരം ഇല്ലാതിരുന്ന മടി എങ്ങോട്ടേക്കോ ഓടിപ്പോയി. ആദിയോടുള്ള പേടിയും പരവേശവും മായമായി തീർന്നു. മഷി എന്നോട് സ്നേഹത്തോടെയല്ലേ മിണ്ടുന്നേ? മഷി എനിക്ക് രാവിലെ കുറേ ഉമ്മ വന്നല്ലേ? മഷി എന്നോട് പേടിക്കല്ലേന്ന് പറഞ്ഞല്ലേ? എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? അപ്പോൾ ഞാൻ കൂടെ പോയാലും എന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും. അവൾ ആദിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. ചെല്ല്, മോളുടെ ഇഷ്ടമുള്ള ഐസ്ക്രീമല്ലേ അത്, പോയി വാങ്ങിച്ചിട്ട് കഴിച്ച് ഓടി വാ. വീണ്ടും രാധ പെണ്ണിനെ നിർബന്ധിച്ചു. സമ്മതം എന്ന നിലയിൽ തലയാട്ടിയെങ്കിലും അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റില്ല. എന്തേ കുഞ്ഞേ? അവളുടെ പമ്മിയുള്ള ഇരിപ്പ് കണ്ടതും രാധ സംശയത്തോടെ നെറ്റി തുളച്ചു. അമ്മ. അവൾ ബാത്റൂമിൻ്റെ വാതിലിന് നേർക്ക് വിരൽ ചൂണ്ടി. അപ്പോഴാണ് രാധയും മഹർഷിയും ഒരുപോലെ അങ്ങോട്ടേക്ക് നോക്കിയത്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ദേവിക അവരുടെ സംസാരം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ്. അവളെ കണ്ണുകൾ കൊണ്ട് കൂർപ്പിച്ച് നോക്കുന്നുമുണ്ട്. അമ്മ സമ്മതിക്കും, മോള് പൊയ്ക്കോ. രാധ അവളുടെ നെറുകയിലൊന്ന് തലോടി കൊടുത്തു. തത്തയ്ക്കത് കേട്ടത് ആശ്വാസമായി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ദേവിക്കരികിലേക്ക് പാഞ്ഞു. അമ്മേ, പൊക്കോട്ടെ. അവൾ ദേവിയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി നിന്നു. പൊയ്ക്കോ, പക്ഷെ ഒരുപാട് കഴിപ്പിക്കരുത് കേട്ടോ, കോൾഡ് പിടിക്കും, അവൾ മുൻകൂറായി പറഞ്ഞു. അതും ആദിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട്. ശരിയമ്മേ. വർദ്ധിച്ച സന്തോഷത്തോടുകൂടി തത്തപ്പെണ്ണ് തലയാട്ടി കാട്ടി. ശേഷം പതിയെ നടന്നു ചെന്ന് ആദിയുടെ മുൻപിൽ തലകുനിച്ചു നിന്നു. ഒരു വാക്ക് പോലും ഉരിയാടാതെ. എൻ്റെ കൂടെ വരുവാണോ? അമ്പരപ്പിനെക്കാട്ടിലും അവനിൽ അത്ഭുതമായിരുന്നു അപ്പോൾ നിറഞ്ഞു നിന്നത്. കാരണം തത്ത സ്വയം തനിക്കരികിലേക്ക് വരുമെന്നുള്ള കാര്യം അവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു മുഖം ഉയർത്താതെ തന്നെ അവൾ തല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആട്ടിക്കാട്ടി, സമ്മതം എന്ന രീതിയിൽ. അപ്പോൾ എന്നെ പേടിയില്ലേ നിനക്ക്? മഹർഷിക്ക് അവൻ്റെ സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനവൾ മറുപടി നൽകിയില്ല. പകരം കണ്ണുകൾ മാത്രം ഉയർത്തി ആദിയെ ഒന്ന് നോക്കി. പറയ്, എന്നെ പേടിയില്ലേ? അവൻ കുഞ്ഞിൻ്റെ ഉള്ളമറിയാൻ വീണ്ടും ചോദിച്ചു. ഇച്ചിരി. വലത്തെ കൈയിലെ തള്ളവിരലും വിരലും കൂട്ടിപ്പിടിച്ച് ആദിയുടെ മുന്നിലേക്ക് നീട്ടിയവൾ. അപ്പം ബാക്കിയൊക്കെ പോയോ? അവൻ 2 പുരികവും ഒരുപോലെ പൊക്കിക്കൊണ്ട് തിരക്കി. പെണ്ണ് വീണ്ടും സമ്മതം മോദി. അപ്പം പോകാം. ചെക്കൻ ഉത്സാഹത്തോടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തത്തയുടെ മുഖത്തേക്ക് നോക്കി, അനുവാദത്തിനെന്നോണം. ഇത്തവണയും അവളിൽ നിന്നൊരു മൂളൽ ഉയർന്നു വന്നു. പക്ഷേ കണ്ണുകളിൽ ഒരു കുഞ്ഞിച്ചിരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. വായോ. പൊടുന്നനെ ആദ്യം അവളെ കയ്യിൽ കോരിയെടുത്ത് ഒക്കത്തേക്കിരുത്തി. പെട്ടെന്നായതുകൊണ്ട് തത്ത ഒന്ന് പേടിച്ചു പോയി. എങ്കിലും അവൻ്റെ കണ്ണു ചിമ്മിക്കാട്ടലിൽ അവളും തിരിച്ചൊരു കുഞ്ഞു പുഞ്ചിരി ആദിക്കായി നൽകി. ഉണ്ട കവിളുകൾ അകന്നു മാറിയപ്പോൾ കുഞ്ഞിൻ്റെ ചുവന്ന ചുണ്ടുകൾ മനോഹരമായി നീണ്ടുവലിഞ്ഞു. സുന്ദരി തത്തമ്മ. കുഞ്ഞിക്കവളിൽ ഒരു ഉമ്മ നൽകിയിട്ട് അവളുമായി മഹർഷി പുറത്തേക്കിറങ്ങി. അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന രാധയും ദേവികയും പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഒരു പുഞ്ചിരി കൈമാറി. അതെ, അമ്മ പറഞ്ഞില്ലേ ഒരുപാട് കഴിക്കരുതെന്ന്? ഒരു വലിയ ഐസ്ക്രീം ബോക്സിനോട് യുദ്ധം ചെയ്യുന്നവളെ നോക്കി ആദി പോലും പേടിച്ചുപോയി. തിന്നാലേ ഇതേ ചിത്തയാവില്ലേ? കഴിക്കുന്നതിനിടയിൽ മുക്കിയും മൂളിയും എങ്ങനെയൊക്കെയോ മറുപടി കൊടുത്തു. അത് ശരി. ആദി താടിക്ക് കയ്യും കൊടുത്ത് അവളുടെ കഴിപ്പ് നോക്കിയിരുന്നു. എന്തോ അവൻ അവളെ തടയാൻ തോന്നിയില്ല. അത്രയ്ക്കിഷ്ടത്തോടെ കഴിക്കുന്ന പെണ്ണിനോട് എങ്ങനെയാണ് വേണ്ടാന്ന് പറയുക? 1/2 കിലോ ഐസ്ക്രീമിൻ്റെ 1/4 ഭാഗവും കഴിച്ചു തീർത്തിട്ട് ഉണ്ണിക്കുമ്പയും തിരുമ്മി ക്യാൻറ്റീനിലുള്ള കസേരയിലിരിക്കുന്നവളെ ആത്സല്യത്തോടെ നോക്കിക്കൊണ്ട് ആദിയിരുന്നു. അതേ, എനിക്ക് കൈ കഴുകണം. ചോദിക്കണോ വേണ്ടയോ എന്ന ആലോചനയ്ക്കൊടുവിൽ അവൾ ചോദിച്ചു. എന്തിന്? ഐസ്ക്രീം ബോക്സും വടിച്ചു നക്കി കയ്യിലെ വിരലുകൾ പോലും വൃത്തിയായി നുണഞ്ഞെടുത്തവളുടെ വായിൽ നിന്നുമുള്ള ആ ചോദ്യം അവനെ തെല്ലൊന്ന് ആശ്ചര്യപ്പെടുത്തി. വെറുതെ. ഇല്ലേ അമ്മ വഴക്കു പറയും. ചുണ്ടു ചുളുക്കിക്കൊണ്ട് പെണ്ണ് കസേരയിൽ നിന്ന് ചാടിയിറങ്ങി. ബാ, കൊണ്ടുപോവാം. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വാഷ് ഏരിയയിലേക്ക് നടന്നു. നിക്ക്, ഞാനെടുക്കാം. സിങ്ങിൻ്റെ അത്രയും ഉയരമില്ലാത്തതിനാൽ ചാടിത്തുള്ളിക്കൊണ്ട് കൈയെടുത്ത് പൊക്കി നിൽക്കുന്നവളെ ആദ്യം മുകളിലേക്ക് ഉയർത്തി എടുത്ത് ഒക്കത്തേക്ക് വെച്ചു.
ശേഷം അവളുടെ കൈ രണ്ടും നന്നായി കഴുകിക്കൊടുത്തു. ഇനി വാ കുലുക്കി കഴുകുക. വായുടെ ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ അവശേഷിപ്പുകൾ കഴുകി കളഞ്ഞിട്ട് കൈക്കുമ്പിളിലെടുത്ത വെള്ളം അവൻ കുഞ്ഞിൻ്റെ വായിലേക്ക് കോരിക്കൊടുത്തു. കഴിഞ്ഞു, എന്നാ പോവാം. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവളുടെ മുഖം തുടച്ചു കൊടുത്തവൻ. പെണ്ണ് താഴേക്ക് കുതറി ഇറങ്ങുവാനായി ശ്രമിച്ചെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ തത്തയെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചു. ഞാനൊന്ന് എടുത്തോട്ടടി പൊന്നെ, അവൻ കെഞ്ചി ചോദിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നീട് തത്തയൊന്നും പറഞ്ഞില്ല. അവൾ ആദിയുടെ കയ്യിൽ അടങ്ങിയിരുന്നു, ഒരു കുഞ്ഞു പൂച്ചയെപ്പോലെ. അതെ മർഷി, സോറി അങ്കിളെ. തത്ത വിളി തിരുത്തിക്കൊണ്ട് നാവ് കടിച്ചു. അതെ, നീ എന്നെ മർഷിന്ന് വിളിച്ചാൽ മതി. രണ്ട് കണ്ണും ചിമ്മി കാട്ടിക്കൊണ്ട് പറഞ്ഞതും പെണ്ണിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിടർന്നു. ഇനി കാര്യം പറയേ. പറയാൻ വന്നത് തുടരാതെ തൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്നവളോട് അവൻ നിർബന്ധിച്ചു. അതോ, അതെ, ഞാനേ ഒത്തിരി ഐസ്ക്രീം തിന്ന കാര്യം അമ്മയോട് പറയല്ലേ. ചുണ്ടു ചുളുക്കി കണ്ണ് കുഞ്ഞാക്കി കൊഞ്ചിക്കൊണ്ട് തത്ത ചോദിച്ചു. അയ്യടി, അത് പള്ളി പോയി പറഞ്ഞാൽ മതി. പ്ലീസ് മർഷി, പറയല്ലേ. പെട്ടെന്നുള്ള തോന്നലിൽ തത്ത അവളുടെ കൈ അവൻ്റെ കവിളിൽ ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം ഹൃദയമൊക്കെ തുള്ളിച്ചാടുന്നത് പോലെ തോന്നി അവന്. ഉള്ളിലുള്ള വാത്സല്യപ്പുഴ പൊങ്ങി മറിഞ്ഞു പായുന്നത് പോലെ. പറയില്ല, പക്ഷെ ഒരൂട്ടം തരണം. അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൻ നിർദ്ദേശിച്ചു. തരാം, പക്ഷെ പറയല്ലേ. രഹസ്യം പോലെ ആ കുഞ്ഞി ശബ്ദം അവൻ്റെ കാതോരം ചെന്ന് നിന്നു. അവൾക്കപ്പോൾ മഹർഷിയെ നല്ല വിശ്വാസമായിരുന്നു. എന്നാ ചോദിക്കട്ടെ. ആദിയുടെ ചൊടികളിലെ പുഞ്ചിരി അവൻ്റെ കണ്ണുകളിൽ കത്തി നിന്നു. ചോയ്ക്ക്. അവൾ കൊഞ്ചലോടെ അവനെ നോക്കി. അത് അച്ഛനൊന്ന് വിളിക്കോ എന്നെ? ഒരു വട്ടം, ഒരേ ഒരു വട്ടം. മനസ്സ് ആവർത്തിച്ച് 1000 വട്ടം ആ കുരുന്നിനോട് ചോദിച്ചുവെങ്കിലും അവൻ്റെ നാവിൽ നിന്നും അത് പുറത്തേക്ക് വന്നില്ല. ചോയ്ക്ക് മഹർഷി, എന്താ വേണ്ടേ? ഏതോ സ്വപ്നലോകത്തെന്ന പോലെ നിന്നവനെ അവൾ കവിളിൽ തട്ടി വിളിച്ചു. ഇവിടെ ഒരു ഉമ്മ വരോ? വലത്തെ കവിൾ തൊട്ട് കാട്ടിക്കൊണ്ട് അവൻ ആ പെണ്ണിനെ നോക്കി കണ്ണു ചുരുട്ടി. അയ്യോ! കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട രീതിയിൽ അവൾ 2 കൈപ്പത്തി കൊണ്ടും സ്വന്തം വായ മൂടിപ്പിടിച്ചു. എന്താടി വാവേ, താൻ എന്തെങ്കിലും തെറ്റായി ചോദിച്ചോ എന്നൊരു പേടി ആദിയിൽ പൊടുന്നനെ നിറഞ്ഞു. ആർക്കും ഉമ്മ കൊടുക്കരുതെന്ന് പറഞ്ഞു. കൈമാറ്റിയിട്ട് അവിടെ ചുണ്ടു ചുളുക്കി പറയുന്നുണ്ട്. ആര് പറഞ്ഞു? അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അമ്മ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ പുറത്തേക്കൊന്നു. സാരമില്ല, എന്നാ വേണ്ടാട്ടോ. ഉള്ളിൽ സങ്കടം തോന്നിയെങ്കിലും അവൻ അത് മറച്ചു പിടിച്ചു. തരാത്തോണ്ട് പറയോ അമ്മയോട്? വീണ്ടും ആളിൽ നിന്നും ചോദ്യം വന്നു. ഇല്ലടി എൻ്റെ തത്തമ്മേ. അവൻ അവളെ എടുത്തുകൊണ്ട് പതിയെ ഹോസ്പിറ്റൽ എൻട്രൻസ് ലക്ഷ്യമാക്കി കാലുകൾ നീക്കി. ലിഫ്റ്റിലേക്ക് നടന്നപ്പോഴാണ് അവിടെ കാത്തു നിൽക്കുന്ന അവരിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയത്. ആ ഒരാളിലേക്ക് നോട്ടം പോയതും അത്രയും നേരെ ശാന്തമായിരുന്ന ആദിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന് കലങ്ങി. മർഷി. അവൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചതും കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് പേടിയോടെ വിളിച്ചു.